ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയവും അതിന്റെ ലക്ഷ്യവും രാജ്യത്തോട് വിശദീകരിച്ച ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നമ്മൾ കണ്ടത് സൈനികർക്കൊപ്പം ആഹ്ലാദം പങ്കുവെക്കുന്നതാണ്. അത് ആദംപൂരിലെത്തി. ആദംപൂരിൽ സൈനികർക്കൊപ്പം പ്രധാനമന്ത്രി നിൽക്കുമ്പോൾ ഒരു ചരിത്രത്തിലേക്ക് കൂടി നമുക്ക് പോകണം. ആദംപൂരുമായി ഏറ്റവും ചേർന്നു നിൽക്കുന്ന ചരിത്രം 1965 സെപ്റ്റംബർ 6 രാത്രി പഠാൻകോട്ട്, ഹൽവാര, ആദംപൂർ ഇന്ത്യൻ വ്യോമസേനയുടെ ഏറ്റവും ശക്തമായ താവളങ്ങൾ. പക്ഷെ അങ്ങോട്ടേക്ക് പാകിസ്ഥാന്റെ വ്യോമാക്രമണം പറന്നിറങ്ങി. പഠാൻകോട്ടിൽ വലിയ തോതിൽ നാശനഷ്ടങ്ങളുണ്ടായി. ഹർവാലയിലും സമാനമായ നീതി. ആദംപൂരിൽ കമാൻഡോകളെ ഇറക്കി വരെ പാകിസ്ഥാൻ ആക്രമണത്തിന് തുനിഞ്ഞു. പക്ഷേ നമ്മുടെ നാട്ടുകാരടക്കം അവരെ പിടികൂടി കൈയോടെ പോലീസിൽ ഏൽപ്പിച്ചു. ഇതിനുള്ള മറുപടി, ശക്തമായ മറുപടി ഇന്ത്യ നൽകും. അതെവിടെ, എങ്ങനെയെന്നതായിരുന്നു. ആ ആക്രമണത്തിന് ഇന്ത്യ തിരഞ്ഞെടുത്തത് സർഗോദയായിരുന്നു. അക്കാലത്ത് ഏഷ്യയിലെ ഏറ്റവും സുരക്ഷിതമായ ശക്തമായ വ്യോമത്താവളം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സർഗോദയിലേക്ക് ഇന്ത്യയുടെ കരുത്ത് പറന്നിറങ്ങുന്ന കാഴ്ച. ആ ദൗത്യത്തിന് നമ്മൾ ചുക്കാൻ പിടിച്ചത്, അല്ലെങ്കിൽ ആ ലക്ഷ്യം നമ്മൾ ഏൽപ്പിച്ചത് ടൈഗർ സ്ക്വാഡ്രനെയാണ്. ആദംപൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ വ്യോമസേനയുടെ ഏറ്റവും ശക്തമായ ടീം മിസ്റ്റർ വിമാനങ്ങളുമായിട്ടാണ് ടൈഗർ സ്ക്വാഡ്രൻ സർഗോദയെ വിറപ്പിക്കാനായി പറന്നുപോയത്. മിസ്റ്റർ വിമാനങ്ങളെക്കാൾ ഇരട്ടി ശേഷിയുള്ള അമേരിക്കൻ നിർമ്മിത സ്റ്റാർ ഫൈറ്റർ ജെറ്റുകളാണ് സർഗോദയിൽ പാകിസ്ഥാൻ സൂക്ഷിച്ചിരുന്നത്. പക്ഷേ ആ സ്റ്റാർ ഫൈറ്ററുകളെ തകർത്തുകൊണ്ടാണ് നമ്മുടെ മിസ്റ്റർ വിമാനങ്ങളുമായെത്തിയ ടൈഗർ സ്ക്വാഡ്രൻ വിജയത്തോടെ തിരിച്ചു വന്നത്. പക്ഷെ ഒന്ന് മറക്കരുത്, അന്ന് ആ ദൗത്യത്തിൽ സ്ക്വാഡ്രൻ ലീഡർ AB ദേവയ്യെ നമുക്ക് നഷ്ടമായി. AB ദേവയുടെ ധീരമായ ദൗത്യത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗം ചേർന്നതാണ് അന്നത്തെ ആ ദൗത്യത്തെ വിജയത്തിലെത്തിച്ചതെന്ന് വർഷങ്ങൾക്കിപ്പുറമാണ് നമ്മൾ തിരിച്ചറിഞ്ഞത്. ഒരു പുസ്തകത്തിലൂടെയാണ് അന്ന് പാകിസ്ഥാൻ പോർവിമാരുമായി നേർക്കുനേർ യുദ്ധം ചെയ്തു AB ദേവയ്യ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായത്. വർഷങ്ങൾക്കിപ്പുറം 1988 23 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ആ മഹത്തായ പ്രവൃത്തിക്ക്, ആ ധീരമായ പ്രവൃത്തിക്ക്, സ്വന്തം രാജ്യത്തിൻ്റെ ദൗത്യത്തെ വിജയത്തിലെത്തിക്കാൻ ജീവൻ ത്യാഗം ചെയ്ത AB ദേവയ്ക്ക് മരണാനന്തര ബഹുമതിയായി മഹാവീർ ചക്ര നമ്മുടെ രാജ്യം സമ്മാനിച്ചു. 1971 കാർഗിൽ യുദ്ധത്തിലും ആദംപൂർ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. ഒപ്പം ഇന്ന് ആ ചരിത്രത്തിൽ സ്ഥാനം നേടിയ ആദംപൂരിൽ വീണ്ടും മറ്റൊരു വിജയ നിമിഷം കൊണ്ടാടുന്നത് നമ്മൾ കണ്ടു. ഈ സമയം ഓർക്കേണ്ടതൊന്നുണ്ട്. ചരിത്രത്തിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി വിട പറഞ്ഞുപോയ ധീര സൈനികരെ. ഒപ്പം സൂര്യരശ്മി പോലും പതിക്കാത്ത ചന്ദ്രന്റെ മറുകരയിൽ പേടകമിറക്കിയ SROയും DRDOയും ഒക്കെ കരുത്തു പകരുന്ന ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾ. പാകിസ്ഥാൻ കറാച്ചിയിലല്ല, റാവൽപിണ്ടിയിലല്ല, ഇസ്ലാമാബാദിലല്ല, പെഷവാറിലല്ല, എവിടെ എന്തൊക്കെ ഒളിപ്പിച്ചു വെച്ചാലും ഇന്ത്യയുടെ കൺവെട്ടത്തുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തലും.